മക്ക നഗരം ഒരിക്കലും ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുമെന്ന് മക്കക്കാർ നനച്ചില്ല. എന്ന് മാത്രമല്ല, ജൂതന്മാർ മക്കക്കാരോട് പറയുമായിരുന്നു, മക്കക്കാരെ, ഈ പുതിയ പ്രവാചകൻ ഒരു സത്യപ്രവാചകനാണോ അല്ലയോ എന്നറിയാൻ ഒരൊറ്റ വഴിയുണ്ട്. മക്കയെങ്ങാനും ആ പ്രവാചകൻ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കണം, ഇത് സത്യപ്രവാചകനാണ്. മക്കയിലേക്കൊരു തിരിച്ചുവരവ് ഈ പ്രവാചകന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യണ്ട, ഇത് കള്ളപ്രവാചകനായിരിക്കും. സംഭവിച്ചത് എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും മക്ക വിജയവും നടന്നു. മക്ക വിജയിച്ച് നബിതങ്ങൾ വിജയശ്രീലാളിതരായി കഅബാലയത്തിന്റെ താക്കോൽ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് തുറക്കുകയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന കറുത്ത വർഗ്ഗക്കാരനായിരുന്ന അടിമയായ ബിലാൽ എന്നവരോട് കഅബാലയത്തിന്റെ മുകളിൽ കയറി വാങ്ങ് കൊടുക്കാൻ പറയുകയും ചെയ്ത ആ ദിവസം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. മക്ക വിജയം നടന്നതിന്റെ ശേഷം ഇസ്ലാമിന് വേണ്ടി സംഭാവന കൊടുത്തവരും മക്ക വിജയം നടക്കുന്നതിന്റെ മുമ്പ് ദീനിന് സ്വതക്ക കൊടുത്തവരും ഒരുപോലെയല്ല. പറയാം, ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, ഒരു മസ്ജിദ്, ഒരു മദ്രസ, അതിന്റെ തുടക്കം മുതൽ അതിനു വേണ്ടി പണിയെടുത്തവരും ഇതെല്ലാം ആയിത്തീർന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് വേണ്ടത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു വരുന്നവരും ഒരുപോലെയല്ല. ഒരു വിഷയത്തിന്റെ തുടക്കം ത്യാഗപൂർണമായൊരു നേരമാണ്. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒളിച്ചോടേണ്ട ഘട്ടം വരെ എത്തിയ ഹിജ്റ നടക്കുന്ന സമയം, അത് കഴിഞ്ഞ് മദീനയിൽ എത്തിയതിനു ശേഷം ഹബീബിനെ ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് ഹബീബിനെ ബുദ്ധിമുട്ടാക്കി ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഈ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് കിട്ടിയ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ദീനിന് വേണ്ടി വാരിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, കയ്യിൽ കിട്ടിയ വരുമാനത്തിന്റെ എല്ലാം ഹബീബിന്റെ കൈകളിൽ വെച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള സ്വഹാബിമാർ ചെയ്ത ത്യാഗങ്ങൾ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ, ഔസിന്റെയും ഖസ്റജിന്റെയും നേതാക്കന്മാർ, അവര് വാരിക്കോരി കൊടുത്ത് ഹബീബായ നബി തങ്ങൾക്ക് ഉമ്മത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോ അവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം ചെയ്യാൻ ഹബീബിന്റെ കൈപിടിച്ച്, നബിയേ അങ്ങേക്ക് വേണ്ടത് ഞങ്ങൾ തരും എന്ന് ജന്മനാട് വിട്ട് നബി തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോ ഹബീബിന്റെ കൂടെ നിന്നവരെ പോലെയാണോ ജന്മനാട് ഹബീബായ നബി കീഴടക്കുകയും മക്ക ഹബീബിന്റെ കരങ്ങളിൽ വരികയും ചെയ്തതിന് ശേഷം ഇനി ഇസ്ലാം വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ മുമ്പുള്ള അവസ്ഥ പോലെയല്ല മക്ക വിജയം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും നടന്നു കഴിഞ്ഞാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ദീനിലേക്ക് ആളുകൾ പിന്നെ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടായിരിക്കും. അതുവരെ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മക്ക വിജയത്തിന്റെ ശേഷം ചിത്രം മാറി മറിയുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ഹബീബിന്റെ മുമ്പ്, നബിയേ ഞങ്ങൾ ഇന്ന ഗോത്രക്കാരാണ്, നബിയെ ഞങ്ങൾക്ക് മുഴുവൻ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് കലിമ ചൊല്ലിത്തരാൻ പറയുന്ന അവസരങ്ങൾ ഉണ്ടായി മക്ക വിജയത്തിന് ശേഷം. അതുകൊണ്ട് നബി ശുദ്ധ ഖുർആൻ പറയുന്നു, മക്ക വിജയത്തിന്റെ മുമ്പ് ചെയ്തതും മക്ക വിജയത്തിന്റെ ശേഷം ചെയ്യുന്നതും ഒരുപോലെയല്ല. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. അതുകൊണ്ടൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ദീനിന്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല ദീനിന്റെ പ്രതിസന്ധി നീങ്ങിക്കഴിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത്.
പ്രതിസന്ധിയോടൊപ്പം നന്മ ചെയ്ത ആളുകൾ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലൂ. അവർ ഒരുപാട് സ്ഥാനമുള്ളവരാണ്, മുഹാജിറുകളും അൻസ്വാരികളും. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ കൂടെ നിന്ന് ഹബീബിനെ സഹായിച്ചവരും മക്ക വിജയത്തിന്റെ ശേഷം ഓടി വന്നവരും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഏറ്റവും നന്മയുടെ വശത്ത് നിൽക്കലാണ്. ഒരു കാര്യം നടക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെന്ന് വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നതും അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ഒരുപോലെയല്ല. രണ്ടിനും കൂലിയുണ്ട്, പക്ഷെ ആദ്യത്തേതിന് പ്രതിഫലം കൂടുതലാണ്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. നിബിധങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ യാചിക്കരുത്, നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കരുത്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പിരിവെടുക്കരുത്, നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞൊരിക്കലും നിങ്ങൾ ജനങ്ങളോട് കൈനീട്ടരുത്. അങ്ങനെ ഒരു ദുരവസ്ഥ വന്നാലൊഴികെ, അത്തരമൊരു ദുരവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അവിടെ അത് ജായിസാകും. എന്നാൽ അല്ലാതെ നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത്, ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടരുത്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം? കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ. അൽ യദുൽ ഉൽയാ, മേലെ നിൽക്കുന്ന കൈയാണ് ഖൈർ മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ. മേലെ നിൽക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്നതാണ് ഖൈർ. അത് കിട്ടുന്നതോ വാങ്ങിക്കുന്നതോ അല്ല, ദാനം ചെയ്യുന്നതാണ്. അതിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാം. ഹറമിൽ ഈ റമളാനിൽ ഹറമിലുണ്ടായിരുന്നു, പറഞ്ഞ ആഷിമിക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടികൾ കാര്യം കണ്ടിട്ട് പറയായിരുന്നു, അവിടെ ഒരാൾ ഇന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് കിട്ടി, ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നതിനപ്പുറം ആ വിതരണം ചെയ്ത ആളെപ്പോലെ നമുക്ക് ആവാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹറമിൽ നോമ്പെടുത്തൊരു മനുഷ്യന് ഇഫ്താർ കൊടുക്കുന്ന കൂലി എത്ര, അല്ലാതെ തന്നെ നോമ്പ് ഉറപ്പിച്ച എത്രയാ പ്രതിഫലം. ആ നോമ്പുകാരൻ്റെ കൂലി മുഴുവൻ നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ കൊടുത്തത് എനിക്ക് കിട്ടിയില്ലല്ലോ തിക്കും തിരക്കാനല്ല പോവേണ്ടത്, എനിക്ക് അവരെ പോലെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ പടച്ചോനെ. നമ്മൾ കൊടുക്കുന്നവരായി മാറണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഏതൊരു കാര്യം വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി അവിടെ തിരക്കും, അല്ലേ? ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ തിരക്കും. വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരക്കാണ്. ബദരീങ്ങളാണ്ടിൻ്റെ ചോറ് കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറയല്ലേ? അതിന് നമ്മൾ ഇന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാരെങ്കിലും പരാതി പറയലുണ്ടോ? ഉണ്ടോ? ഉലുഹിയത്തിൻ്റെ ഇറച്ചിപ്പൊതി കിട്ടിയപ്പോൾ എനിക്ക് കുറേ എല്ലാം കിട്ടിയത്, എനിക്ക് ഇറച്ചി കുറവായിരുന്നു, അല്ലേ? എന്നാൽ ഒരു ഉലുഹിയത്ത് എൻ്റെ വക ഞാൻ കൊടുത്തു, എനിക്ക് കൊടുക്കാൻ പറ്റണേ, എന്നെ കൊണ്ടായില്ലല്ലോ, ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയേണ്ടത് അതല്ലേ, എനിക്ക് കൊടുക്കാം. അൽ യദുൽ ഉൽയാ, കൊടുക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്ന കൈയാണ് ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴെ നിൽക്കുന്ന വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ കൊടുക്കുന്ന കൈയാണ്. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്നതല്ല മേന്മ. വീട്ടുകാർക്ക് വേണ്ടി ജോലിയെടുത്ത് ശമ്പളം വാങ്ങിച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് വീട്ടിലെ ചെലവ് കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന്റെ മേന്മ. അതാണ് ഖൈർ. നമുക്ക് ചെലവിന് കൊടുക്കാൻ പറ്റണം. നമ്മളെന്താ പറയാ, ജ്യേഷ്ഠ അയച്ചെന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഉമ്മാന്റെ ആ ഒരു അനന്തര സ്വത്തുനിന്ന് എനിക്ക് ഇങ്ങനെ അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് വെറുതെ കിട്ടിയില്ലല്ലോ, എനിക്ക് ആ വസിയത്തിന് കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ ഓഹരി എവിടെ? നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനായോ? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഫു സഫാസിഫഹാ. അല്ലാഹുവിന് ഇഷ്ടമാണ് മആലിയൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ. നിസ്സാരമായ ചെറിയ കാര്യങ്ങൾക്കല്ല നമ്മൾ നോക്കേണ്ടത്, നല്ല സ്റ്റാൻഡേർഡുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. മആലിയൽ ഉമൂർ, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ് മആലിയൽ ഉമൂർ,
കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ, അന്തസ്സുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. നിസ്സാരമായ കാര്യങ്ങൾ അല്ല, നമ്മൾ അതിക്കും മീതെ വളരെ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒരു മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് ചെറുതല്ല. പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മസ്ജിദിന്റെ ഒരു കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് വെറുതെ കണക്ക് വായിച്ച് ഉസ്താദുമാരുടെ ശമ്പളം കൊടുത്ത് അവരെ പിരിച്ചുവിടാനുള്ളതല്ല. അല്ലെങ്കിൽ പള്ളിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടോ അത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യണം, ശരിയാണ്. പക്ഷേ ആ മഹല്ലിന്റെ നന്മ, ആ മഹല്ലിലെ ജനങ്ങളുടെ നന്മ, അവർക്ക് ഇൽമ പഠിക്കാൻ അവസരമുണ്ടോ, അവരിൽ പ്രായമുള്ളവർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തവർക്ക് ഓതാനൊരു ക്ലാസ് ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ടുവന്ന് ദാ മഹല്ലതിന് ശമ്പളം കൊടുക്കുന്നു. ഉസ്താദന്മാർക്ക് കൃത്യമായും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഉസ്താദന്മാർ കൃത്യമായി ജോലി ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു, അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നു. ഉസ്താദന്മാർക്ക് ഒരിക്കലും നാട്ടുകാരോട് ചെന്നൊരു കുഞ്ഞിനെ കെട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരുത്താതെ ന്യായമായ ശമ്പളം അവർക്ക് കൊടുക്കുന്നു. മദ്രസ 2-3 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പൂട്ടിയിടല്ലേ, അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കാം. ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, കല്യാണത്തിന് പോകുന്നവർ, പ്രീ മാരിറ്റൽ കോഴ്സുകൾ, ഡി അഡിക്ഷൻ ഉപദേശങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ്, ഇതൊക്കെ നമ്മുടെ മദ്രസ സംവിധാനം ഉപയോഗിച്ചൂടെ? നമ്മുടെ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പൂട്ടി, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മദ്രസ പിന്നെ പൂട്ടിക്കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ക്ലാസ്സുകൾ. നമ്മുടെ മസ്ജിദുകൾ, ഒരു ഹിഫ്ള് എന്ന് പറയുമ്പോഴേക്കും ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വേണ്ടെന്ന് ആലോചിക്കുക. നമ്മുടെ മസ്ജിദ് പോരെ, പള്ളി പോരെ. പള്ളി എത്ര വലിയ സംവിധാനമാണ്. 5 നേരത്തെ വക്ത് കഴിഞ്ഞ് പൂട്ടിടാനാണോ? അവിടെ ദർസ് ഉണ്ടാവട്ടെ, അവിടെ മുതഅല്ലിമീങ്ങൾ പഠിക്കട്ടെ, ഹാഫിളീങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ നിലക്കും മആലിയൽ ഉമൂർ, മാതൃകാപരമായ സംവിധാനങ്ങൾ ചെയ്യുക. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ. നിസ്സാരമായ പ്രവർത്തനങ്ങള്, യോഗ്യതയില്ലാത്ത പ്രവർത്തനങ്ങള്, ന്യായമല്ലാത്തത് അല്ലെങ്കിൽ തരം താഴ്ന്നത്, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടം ഏറ്റവും മേന്മയേറിയ പ്രവർത്തനങ്ങളാണ്. അതിനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ശുദ്ധ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് യാചിക്കരുത് എന്ന് പോലും നബി തങ്ങൾ പറയാൻ കാരണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ അൽ യദുൽ ഉൽയാ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾക്ക് മനപ്പാടാക്കാൻ പറ്റിയാൽ ഈ ഹദീസ് പഠിച്ച പോരെ. അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. പറഞ്ഞു നോക്കി. അൽ യദുൽ ഉൽയാ, നിങ്ങൾ പറയുന്നില്ലേ? അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. യദ് എന്ന് പറഞ്ഞാൽ കൈ. അൽ യദുൽ ഉൽയാ, മേലെ നിൽക്കുന്ന കൈ. ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. ഒരു ഹദീസ് പഠിച്ചു, അൽഹംദുലില്ലാഹ്. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും നല്ലത്. എന്നിട്ട് പറയുമായിരുന്നു ലാ തസാലുൽ മസ്അലതു ബിഅഹദികും. ചില ആളുകൾ ലജ്ജയില്ലാതെ അവർ യാചന നടത്തും. ഹത്താ യൽഖല്ലാഹ തആല. അങ്ങനെ പരലോകത്തേക്ക് വരുമ്പോൾ വലൈസ ഫീ വജിഹി മുസ്അതു ലഹ്മിൻ. ഇറച്ചിയുടെ മാംസത്തിന്റെ ഒരു തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ ഉണങ്ങി വരണ്ടിരിക്കും ചില ആളുകളുടേത്. ആർക്കാന്നറിയോ? വെറുതെ യാചിച്ച് നടക്കുന്ന ആളുകൾ. എൻ്റെ സുഹൃത്തൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞു 2 വർഷം മുമ്പ് ഒരാൾ വന്നു, കടം കയറിയിട്ടുണ്ട്, ആ കടം വിട്ടാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പം എന്തേ കടം എന്ന് ചോദിച്ചു. ഞാനൊരു 4 റൂം ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, അതിന് കുറച്ച് പൈസ കടമുണ്ട്, അത് വീട്ടാൻ വേണ്ടി വന്നതാണ്. യാ അല്ലാഹ്. ഞാൻ മൂക്കത്ത് വിരലച്ച് ചോദിച്ചു, ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു, നിങ്ങളുടെ കടം എങ്ങനെ വന്നതാണ്? അപ്പോൾ പറഞ്ഞു, ജോലിയൊക്കെ ഉണ്ട്, പള്ളിയിൽ മദ്രസയിലൊക്കെ ജോലിയൊക്കെ ചെയ്തൊക്കെ റാഹത്തായി ഉഷാറായി പോവാ. അപ്പം ഞാൻ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിരുന്നു, 4 ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം. അതിലൊരു ₹1 കോടി ഇപ്പോൾ കടമുണ്ട്. ഇതൊക്കെ കട മനുഷ്യന്മാർ പറയാൻ പറ്റും? ഇതൊക്കെ ലാ യസാലുൽ മസ്അലതു ബിഅഹദികും ലാ തസാലുൽ മസ്അലതു ബിഅഹദികും. ചില ആളുകൾ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കും. മരിച്ചു പോണ്ടേ? മരിച്ചു പോകുമ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ വലൈസ ഫീ വജീഹി മുസ്അതു ലഹ്മിൻ.
ഒരു മാംസത്തിന്റെ തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ സ്കള്ളായിരിക്കും, വെറും എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തേ? മുഖത്തെ എല്ലാ ഐശ്വര്യവും പോയിട്ടുണ്ടാവും. മനുഷ്യന്മാരോട് യാചിച്ച ആൾ, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളാണ്. എന്നിട്ട് യാചന നടത്തിയതിന്റെ പേരിൽ നബി തങ്ങൾ പറയാം, നിങ്ങളിത് ചെയ്യരുത്, നിങ്ങൾ യാചിക്കുന്നവരാവരുത്. മൻ സഅലന്നാസ വലഹു മാ യുഗ്നി. ജീവിക്കാൻ അവസരവും ജീവിക്കാൻ സൗകര്യവും സമ്പത്തും ജോലിയും കച്ചവടമോ ശമ്പളമോ ഉണ്ടായിരിക്കെ ജനങ്ങളോട് യാചിക്കുന്നവർ, ജാഅ യൗമൽ ഖിയാമ വമസ്അലതുഹു ഫീ വജ്ഹിഹി ഖുമൂഷ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ചില ആളുകളുടെ മുഖത്താകെ വ്രണങ്ങളായിരിക്കും, മുറിവുകൾ, മാന്തിയെടുത്ത പോലെ, നഖങ്ങളെ കൊണ്ട് മാന്തിയെടുത്ത പോലെ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വരിഞ്ഞു പോയിട്ടുണ്ടാകും. ഖീല, അവര് ചോദിച്ചു, നബിയേ, മൽ ഗിനാ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞത്, മൻ സഅലന്നാസ വലഹു മാ യുഗ്നി. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വരുമാനമുണ്ടായിരിക്കെ യാചന ചെയ്താൽ, യാചിക്കാൻ ചെന്നാൽ, ആരോടെങ്കിലും പോയി യാചിച്ചാൽ അവരുടെ മുഖത്ത് അല്ലാഹു തആല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും ഖിയാമത്ത് നാളിൽ എന്ന് ചോദിച്ചപ്പോ, വമൽ ഗിനാ യാ റസൂലല്ലാഹ്, യാചിക്കാൻ പാടില്ല എന്നങ്ങ് പറഞ്ഞ ആ ഗിനയുടെ ഐശ്വര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? ഐശ്വര്യം ഉണ്ടായിരിക്കുന്ന എന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞത് നബിയെ? അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ടോ? അതിനൊരു അളവുകോലുണ്ടോ? എന്താണത്? ഖാല 50 ദിർഹമൻ ഔ ഖീമതുഹാ മിനദ്ദഹബി. 50 ദിർഹമോ അതിന് തത്തുല്യമായ സ്വർണമോ തന്റെ കയ്യിലുണ്ടായിരിക്കെ. 50 ദിർഹം എന്ന് പറയുന്നത്, 50 ദിർഹം എത്രയായിരിക്കും? ഇന്ത്യ റുപ്പീസ് വെച്ചാൽ 5000 രൂപ അല്ല, 10,000 അല്ലേ? അല്ല, അത്രയൊന്നും ആവില്ല. 1000 രൂപ. ഒരു ദിവസം ഒരു മനുഷ്യന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, അതുകൊണ്ട് വല്ലാണ്ടൊന്നും കിട്ടൂല എന്നറിയാം. ഒരു ഷോപ്പിൽ പോയാൽ എന്താ അതിനുകൊണ്ടുള്ളത്. എന്നാലും ഒരു ദിവസം കഷ്ടിച്ച് സർവൈവ് ചെയ്യാൻ അതുപോലെ. അങ്ങനെ ഒരു വരുമാനമുണ്ട് ഒരാൾക്ക്. 1000 രൂപയെങ്കിലും തന്റെ കയ്യിൽ ബാക്കിയുണ്ട്. എന്നിട്ട് ആളുകളോട് യാചിക്കാൻ ചെന്നാൽ, കടം വാങ്ങിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കടം നിങ്ങൾക്ക് വാങ്ങിക്കാം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കടം വേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. ബാങ്കിന്റെയോ പലിശയുടെയോ കടത്തിലേക്ക് പോകാതെ മനുഷ്യരുമായി നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ കടങ്ങൾ വാങ്ങിക്കാം, അവർക്ക് തിരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നമ്മൾ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാണ്ടാകുമ്പോഴാണ് ആളുകൾ സഹായിക്കാണ്ടാവുന്നത്, സഹായിക്കാൻ മുതിരാതിരിക്കുന്നത്. അവർ കടം വാങ്ങി പിന്നെ പിരിച്ചു, പിന്നെ കൊടുത്ത ആൾക്കാർ ടെൻഷനും, വാങ്ങിയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കടം കൊടുത്തോൻ ഉറക്കം വരുന്നില്ല, വാങ്ങിപ്പോയവൻ ചെത്തിപ്പൊളിച്ച് നടക്കുകയാണ്. ഓനൊരു പ്രശ്നമില്ല. എന്നാ എൻ്റെ പൈസ അങ്ങ് എടുക്കാൻ തന്നൂടെ എന്നങ്ങ് മുഴുവൻ ചോദിക്കണ്ട, പിന്നെ കത്തിക്കുത്താണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഹക്ക് ചോദിച്ച മുതലാളി, എൻ്റെ കാശ് തിരിച്ചുതരാൻ സമയമായില്ലേ, നീ എന്താ തരാത്തത് എന്ന് ഒരു കനപ്പിച്ചെന്ന് ചോദിച്ചോ, തീർന്നു. അത് കുടുംബാണെങ്കിൽ കുടുംബ ബന്ധം മുറിഞ്ഞു, സൗഹൃദമാണെങ്കിൽ അത് ഉടഞ്ഞു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. അങ്ങനെ ആവരുത്. മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്, പരസ്പരം കൈചേർത്ത് പിടിക്കേണ്ടവരാണ്, പരസ്പരം താങ്ങി നിൽക്കേണ്ടവരാണ്. അല്ലാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് 50 ദിർഹം നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ, ഒരു ദിവസം 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാചിക്കാൻ അവകാശമില്ല എന്ന് നമുക്ക് ഇന്നത്തെ കണക്ക് വെച്ച് ആ ഒരു ദിർഹമിന്റെ കണക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അന്നത്തെ 50 ദിർഹം ആയിക്കൊള്ളുന്നില്ല നമ്മുടെ ഇന്നത്തേത്. എന്നാലും ഒരു മിനിമം സർവൈവൽ ഒരു മനുഷ്യന് സാധ്യമാകുന്നത്. من يتكفل لي ألا يسأل الناس شيئا أتكفل له بالجنة. ആരാണ് ജനങ്ങളോട് ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരോടും യാചിക്കൂല എന്ന് പറയാൻ ആരെങ്കിലും ധൈര്യമുണ്ടോ? അവർക്ക് ഞാൻ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് പുണ്യ റസൂല് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സുഹാബി തങ്ങളോട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ വാക്കുതരും നബിയെ, എന്ത് സംഭവിച്ചാലും പട്ടിണി കിടന്നാലും ഞാൻ ആരോടും യാചിക്കില്ല എന്ന് റസൂലുള്ളാഹി തങ്ങളോട് വാക്ക് കൊടുത്ത സുഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു.
എന്നിട്ട് സ്വഹാബികൾ പറയാ, ഈ സൗബാൻ എന്നവർ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒട്ടകത്തെ കൊട്ടുന്ന വടി ഉണ്ടാകും. ആ വടി താഴെ വീണാൽ കൂടെ അങ്ങാടിയിലൊക്കെ നടക്കുമ്പോഴേ ആ വടി ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ സൗബാൻ എന്നവർ മടിക്കുമായിരുന്നു. മൂപ്പരന്റെ മേലെന്ന് താഴെ ഇറങ്ങി ആ വടി എടുത്തിട്ട് മേലെ കയറും. അപ്പൊ ആളുകൾ പറയും, സൗബാൻ, നിങ്ങൾക്കത് ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങൾ എടുത്തു തരില്ലായിരുന്നോ? നിങ്ങൾ എന്തിനെ മേലെന്ന് താഴെ ഇറങ്ങിയത്? അപ്പൊ പറയും, ഞാൻ ആരോടും യാചിക്കില്ലെന്ന് നബിയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ യാചനയൊന്നും അല്ല, പക്ഷെ ആ വാക്കിന്റെ പേരിൽ ഇതുപോലും ഞാൻ ആരോടും ചോദിക്കില്ല എന്നെന്റെ തീരുമാനമാണെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്ത് അന്തസ്സുള്ള ജീവിതമാ ഒരു മുസ്ലിമിന്റെ ജീവിതം. പക്ഷെ ഇതിനിടക്ക് നമ്മൾ മനസ്സിലാക്കണേ, ഒരുപാട് മിസ്കീന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫക്കീറന്മാർ, അവർ ചിലരെങ്കിലും വെറുതെ ചോദിച്ച്, ആവശ്യങ്ങൾ തീർന്നാലും ചോദിച്ച്, കുട്ടിനെ കെട്ടിച്ചാലും വീണ്ടും പറയും കുട്ടിനെ കെട്ടിക്കാണ്ടെന്ന് പറയും. വല്യമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും വല്യമ്മക്ക് സുഖമല്ല. ഇങ്ങനെ പറഞ്ഞ് നുണ പറഞ്ഞുമല്ലാതെയും ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ സത്യസന്ധരായ പട്ടിണി കിടക്കുന്ന എത്രയോ ഇടത്തരക്കാരായ ആളുകൾ. മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടാവും, വീടുണ്ടായിരിക്കും, ആ വീടിൻ്റെ ഉള്ളിൽ പുകയുയരാതെ കണ്ണുനീര് കൊണ്ട് കൊച്ചുമക്കളെ വെച്ച് അവർക്കൊരു നല്ല ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ മുഴുപട്ടിണിയും മരപട്ടിണിയുമായി കഴിയുന്ന എത്രയോ ഇടത്തരക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അവരെയാണ് മിസ്കീന്മാരെന്ന് പറയാൻ. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നിർബന്ധമായും നോക്കേണ്ടത് ചെറ്റക്കുടിലുകൾ മാത്രമല്ല, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള വീട് തന്നെയാണ്. പക്ഷെ ഇപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അഭിമാനം കൊണ്ട് മാനം പോകുമല്ലോ എന്ന് വിചാരിച്ചാരോടും കൈനീട്ടാത്തവർ, അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് ഖുർആൻ പറയുന്ന മിസ്കീൻ, പാവപ്പെട്ടവരൊക്കെ അതിൽപ്പെടും. പക്ഷേ മിസ്കീൻ എന്ന കാറ്റഗറി വേറെ തന്നെയുണ്ടെന്ന് ഇമാം ശാഫിഈ തങ്ങൾ പറയാറുണ്ട്. നമ്മുടെ കാഴ്ചയിൽ അവർ മുതലാളിമാരാണ്, പക്ഷെ ഉള്ളിൽ അവർ ദരിദ്രന്മാരാണ്. അവരെ നമ്മൾ സഹായിക്കണം, അവരെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റുള്ളവരെയും കാണണം, പക്ഷേ മറ്റുള്ളവരുടേത് ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ കല്യാണം കഴിയുമ്പോൾ ഒരു പക്ഷേ 2 കല്യാണത്തിന് ആവശ്യമുള്ള കാശ് അവർക്ക് ഒറ്റ കല്യാണം കൊണ്ട് കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഇടത്തരക്കാരായ ആളുകൾ അങ്ങനെയല്ല. അവരുടെ ജീവിതമോ നടപ്പോ കാണുമ്പോൾ അവരൊക്കെ വലിയ ആളുകളാണ്, വലിയ സൗകര്യത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അവർ സത്യത്തിൽ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുകയായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ യതകഫലു ലി അല്ലാ യസ്അലന്നാസ ശൈആ അതകഫലു ലഹു ബിൽ ജന്ന. ജനങ്ങളോട് ആരോടും ഞാൻ ചോദിക്കില്ല എന്നെനിക്ക് വാക്കു തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പുണ്യനബി പറഞ്ഞപ്പോ ഫഖാല സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അന യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങേക്ക് വാക്ക് തന്നു നബിയേ, ഞാനിനി ആരോടും ഒന്നും ചോദിക്കില്ല. ഹാനവറുകൾ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടകത്തിന്റെ മീതെ നിൽക്കുമ്പോൾ ഒരു സാധന ടവലോ വടിയോ എന്തെങ്കിലും താഴെ വീണാൽ അവർ താഴെ ഇറങ്ങിയിട്ട് അത് എടുത്തിട്ട് മേലെ കയറും. ഒരാളോട് അതങ്ങ് എടുത്തു തരുമോ എന്ന് പോലും ചോദിക്കില്ലായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഹബീബ് ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഉമ്മത്തായിട്ടാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ഇരുന്നിട്ട് യാചിക്കുന്നവര്, അങ്ങനെ ആരും നമ്മളെ പറ്റി വിചാരിക്കരുത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന്, ദാഹിക്കുന്നുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാന്ന്. ചോദിക്കും മുമ്പ്, ഒരാൾ കൈനീട്ടും മുമ്പ് അവരെ സഹായിക്കാന്നൊക്കെ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു പണിയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത്. അള്ളാഹു ഒരു കൂലി കൊടുക്കട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചില ആളുകൾ വന്നിങ്ങ് നിൽക്കുന്നു പറഞ്ഞു. ഖലീഫയായിരുന്ന കാലത്ത് അലി തങ്ങൾക്കറിയാം ഇവരെന്തോ ചോദിക്കാൻ വന്നതാണ്, എന്തോ സഹായം വേണം. ഖലീഫയല്ലേ, ബൈത്തുൽ മാൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ചോദിക്കാം. പക്ഷെ അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും. അപ്പം അലി റളിയല്ലാഹു അൻഹു അവർ ചോദിക്കും മുമ്പ് അവരോട് പറയും, നിങ്ങൾ എന്നോട് പറയാൻ വന്ന വിഷയം അവിടെ മണലിൽ എഴുതിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ എന്ന് പറയും. ആരുണ്ടാവില്ല, ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും, അവിടെ നിങ്ങൾ എഴുതിയിട്ട് പൊയ്ക്കോ എന്ന് പറയും. നേരിട്ട് അന്നൊന്നും പേപ്പറും പെന്നൊന്നും ഇല്ലല്ലോ, മെസ്സേജും ലെറ്ററൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് എളുപ്പമുള്ള വഴിയാണ്. വിരലുണ്ട്, മണലും ഉണ്ട്, എഴുതാനും പറ്റും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, അഹ്ഫളു മാഅ വജ്ഹിഹി, അവരുടെ മുഖത്തിലെ വെള്ളം
ഞാൻ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് മുഖത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ഐശ്വര്യം, ഒരു മനുഷ്യൻ്റെ അഭിമാനം. ചോദിക്കുമ്പോൾ അവർക്ക് വിഷമായിരിക്കും. എഴുതി വെച്ച് പോയാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്നാലും ചോദിച്ച് അപമാനപ്പെട്ടു എന്ന് വിചാരിക്കൂലല്ലോ. എൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യിക്കാറുള്ളത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും മുമ്പേ ചോദിക്കണ്ടെങ്കിലെന്ന് എഴുതി ചോദിക്കോ, ഞാനത് നോക്കിയിട്ട് ചെയ്തേക്കാം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഫയഖ്ളി ഹാജത, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് മഹാനെക്കുറിച്ച് പറയാറുണ്ട്. യാ അല്ലാഹ്. അപ്പോ നിബിതങ്ങൾ, അതുകൊണ്ട് ഈ ഉമ്മത്തിനെ നിബിതങ്ങൾ ആഗ്രഹിച്ചത് ഒരു സ്റ്റാൻഡേർഡുള്ള ഉമ്മത്താവാൻ. എന്തൊക്കെ നന്മകളാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നീട് കേട്ടു നോക്കുക. എത്രയേറെ വിഷയങ്ങളാണ് ഈ ഉമ്മത്തിനോട് ദീനിന് പറയാനുള്ളത്. ഈ ഉമ്മത്തിന്റെ സംസ്കാരം ഇങ്ങനെയാവണം, അവരിങ്ങനെ ഉയർന്നു ചിന്തിക്കുന്നവരാകണം. അവര് ഈമാനും തഖ്വയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഏത് പ്രവർത്തനത്തിന്റെ പിറകിലും ആഖിറം കരുതുകയും ചെയ്യുന്നവരാവണം. എന്നിട്ട് ഹബീബ് നമ്മളോട് പറയാ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ മാത്രം ചോദിച്ച് നിർത്തല്ലേ. എനിക്ക് ആരോഗ്യം വേണം, എൻ്റെ അസുഖം മാറണം, എൻ്റെ കടം വീടണം, എനിക്ക് കുട്ടികൾ വേണം, എൻ്റെ കല്യാണം ശരിയായില്ല, വീടായിട്ടില്ല, ഇങ്ങനെ പലതും നമുക്ക് ചോദിക്കാനുണ്ടാകാം. ഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, റബ്ബേ ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണേ, അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. വെറും ഒരു സ്വർഗം മാത്രം എന്ന് പറയല്ലിൻ. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണത്. ശുഹദാക്കൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന സ്വർഗം 100 തട്ടാണെന്നാണ്, 100 ലെവലാണ് ശുഹദാക്കൾക്ക് മാത്രം. അതിൽ തന്നെ പല അവരുടെ നീയത്തിനും അവരുടെ അമലിനും അനുസരിച്ച് ഏറ്റ വ്യത്യാസം ഉണ്ടാവും. 100 തട്ടുകളുള്ള സ്വർഗമാണ് ശുഹദാക്കൾക്ക് മാത്രം. നബി തങ്ങൾ പറഞ്ഞു, ആ ശുഹദാക്കളുടെ 100 തട്ട് സ്വർഗത്തിന്റെ അതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മാ ബൈന ദറജതൈൻ, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്കുള്ള ദൂരം. ഇവിടുന്ന് തെങ്ങിന്റെ മുകൾക്കായിരിക്കുന്നു അല്ല, മാ ബൈന സമാഇ വൽ അർദ്, ആകാശം. നമുക്കതിന് അറ്റം കാണൂല, ഒരിക്കലും കാണൂല. സയൻസിന് ലെൻസ് കൊണ്ട് പോലും കാണാൻ പറ്റിയിട്ടില്ല. ദ ലിമിറ്റ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർത്തിയാണ്, നക്ഷത്രങ്ങളുടെയും അപ്പുറത്ത് കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ പരിധിയാണ് ആകാശം എന്ന് പറയുന്നത്. നമ്മൾ സാന്ദർഭികമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മേലെ കാണുന്ന നീല നിറം ഇത് ആകാശമാണെന്ന് പറയും. പക്ഷേ വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യ ബിമസാബിഹ്, ഒന്നാം ആകാശം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ നക്ഷത്രങ്ങളുടെ മേലെയാണ് ഒന്നാം ആകാശം. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ് ശുഹദാക്കളുടെ 100 ലെവലുള്ള സ്വർഗത്തട്ടുകളിൽ ഒരു തട്ട് അടുത്ത തട്ടിലേക്കുള്ള ദൂരം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്താണ് അൽ ഫിർദൗസ്, വഫൗഖഹാ അർശുർ റഹ്മാൻ, അതിൻ്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സിംഹാസനം. ഫഇന്നഹു അഅലൽ ജന്നതി വവസതുഹാ, സ്വർഗത്തിൻ്റെ മധ്യവും അതിൻ്റെ ഉന്നതമായ സ്ഥാനവും ഫിർദൗസാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആ ഉയർച്ചയിൽ കിടക്കുന്ന സ്വർഗം ചോദിക്കാനൊന്നും നമ്മൾ യോഗ്യരല്ല. എന്നാലും ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഏറ്റവും നല്ലത്, ഏറ്റവും ഉയരങ്ങളിലുള്ളത് അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കേണ്ടത്. എല്ലാ നന്മയും അള്ളാഹുവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ, എൻ്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാററ്റുപോയാൽ ഞാൻ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, റബ്ബേ എനിക്ക് ചെരുപ്പ് വേണം കേട്ടോ. ജന്നത്തുൽ ഫിർദൗസും ഞാൻ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. ചെറുതും വലുതും റബ്ബ് തആല തരാൻ കഴിയുന്നവനാണ്. ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഉന്നതമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം മനോഹരമാണ്. ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അതിന്റെ സൗന്ദര്യം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെത്താൻ ഒരു ചെറിയ കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കുഹു മാ ലാ യഅനി,
നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ പോയി തലയിടരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ആരോടും ചോദിക്കാൻ പോകരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സമയം ചെലവഴിക്കരുത്. നമുക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം. ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? തർക്കുഹു മാ ലാ യഅനി. ഇങ്ങനെ ന്യൂസ് കളക്ട് ചെയ്ത് നടക്കുക. അതെന്തായി, ഇതെന്താ, അവളുടെ കാര്യം എന്താ, ഇവന്റെ കാര്യം എന്താ, മറ്റോൾ എന്തായി, ഇവളെന്തായി, ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ അമലിനെ കുറിച്ചാണ്. ഷുഡ് ബി കൺസേൺഡ് അബൌട്ട് യുവർസെൽഫ്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാൻ നടക്കണ്ട. ഞാൻ എൻ്റെ വിഷയം നോക്കട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അനാവശ്യങ്ങളിലേക്ക് തലയിടാതിരിക്കുക. അനാവശ്യ വിഷയങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക. അനാവശ്യമായത് ഞാൻ പറയുന്നത് മോശപ്പെട്ടത് എന്ന് പോലുമല്ല. Leave things that does not concern you, things that do not concern you. നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം അതിൽ പോയി തലയിടണ്ട. ലോകത്ത് എത്രയൊക്കെ വീഡിയോസ് കാണും, വെബ്സൈറ്റ്സ് കാണും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആയിരക്കണക്കിന് കമൻറ്റുകളും വീഡിയോസും എഴുത്തും വായനയും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണും. ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് മരിക്കാൻ പറ്റുമോ? മരണത്തിന് മുമ്പ് ഇതൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുമോ? കണ്ടു തീർക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മുടെ ആഖിറത്തിലേക്ക് നമ്മെ സഹായിക്കുന്നത് എന്തോ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ദുനിയാവിന് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇതൊരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഅനി. Leave those that don't concern you. നിങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളെ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുക. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു തലയും വാലുമില്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ പോവാതിരിക്കുക. ചീപ്പായിട്ടുള്ള വളരെ നിസ്സാരമായ ചർച്ചകൾക്ക് സമയം കൊടുക്കാതിരിക്കുക. അത് കാണാതിരിക്കുക. അതാർക്കും ഫോർവേഡും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ സ്വഭാവമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അധ്വാനത്തിനപ്പുറം പ്രാർത്ഥന വലുതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിതുയർത്തി അവസാനം പറഞ്ഞ വാക്ക് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ, കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ദുആ ചെയ്തു അത്രേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാം കേൾക്കുന്നവനെ, എല്ലാം അറിയുന്നവനെ, ഞങ്ങളിൽ നിന്ന് ഈ സൽക്കർമ്മം സ്വീകരിക്കണമേ. ആമീൻ. നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചാലും ഒരു ദുആ അതിൻ്റെ ഒരു താങ്ങാണ്.